ട്രിപ്പിൾ ഓം ശാന്തി. പുഷ്പരാജ് എന്ന് പറഞ്ഞിട്ട് പുഷ്പ എന്നിട്ടൊരു പടം അങ്ങോട്ട് ഇറങ്ങി. എന്ത് ഫസ്റ്റ് ഞാൻ പോയി കണ്ടിട്ടാ, എന്ത് തള്ളാണ് ജമ്മോ. പിന്നെ സെക്കൻഡ് ഞാൻ പോയി കണ്ടില്ലാട്ടാ. എന്താന്ന് വെച്ചാല് കാണാൻ തോന്നിയില്ല. അതിന്റെ കുറെ റിവ്യൂ ഒക്കെ കണ്ടു. നമ്മൾ പോയി കാണേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒന്നെങ്കിലും ഒരു നിർദ്ദേശം കിട്ടും ചെയ്തിട്ടുണ്ട് നമുക്ക് മുരളിയിലൂടെ. ഇനി സിനിമ കാണാൻ നിർത്തൂ. ആദ്യമൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ആ മുരളി വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പറഞ്ഞെന്താ വെച്ചാല് നമ്മൾ കാണുന്ന നിർത്തൂ. ഭാവന, സങ്കല്പം, ഇതിന്റെ പവർ കൂട്ടാനാണ് നമ്മൾ ഇറങ്ങിയിട്ടില്ല. അങ്ങനെയുള്ളവരോട് നിർത്താനാ പറഞ്ഞത്, അല്ലാത്തവരോട് നിർത്താനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാല് സിനിമ കണ്ടിട്ടില്ലെങ്കിലും ശരി, റീൽസ് വഴിയാണെങ്കിലും ശരി, മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. യോഗം ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഏതെങ്കിലും വ്യൂവർ ഉണ്ടെങ്കിൽ, 8-10 വ്യൂവറെ മര്യാദയ്ക്ക് കൃത്യമായിട്ട് ഇതിലുള്ളൂ. അങ്ങനെ ശരിയായ രീതിയിൽ യോഗം ചെയ്ത് പ്രകൃതിയുമായും പരമാത്മാവുമായും കൃത്യമായ കണക്ഷൻ വെക്കണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും വ്യൂവർ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, ബാബയുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന 1-2 ആളുകളെങ്കിലും ഉണ്ടാവുമല്ലോ. അതൊക്കെ എന്നെ നിങ്ങൾ കണക്കാക്കണമെന്നില്ല. ഇതിനേക്കാളും നല്ല വ്യക്തികളുണ്ടെങ്കിൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ എന്നെ കണക്കാക്കി വെച്ചിട്ട് കുഴപ്പമുണ്ടെന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ, പുഷ്പ രീതിയിൽ തന്നെ അഭിനയിച്ച് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന പ്രോസസ്സാണ് ഞാൻ ചെയ്യുന്നത്. അത് ഒരു വടിയെടുത്തിട്ട് 4 ആളെ അടിച്ച് തയ്യാറാക്കാനൊന്നും ഞാനില്ല. ഞാൻ എന്നെ തയ്യാറാക്കും. അപ്പൊ എന്നെ തയ്യാറാക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചില കുറവുകൾ തീർച്ചയായിട്ടും പുറത്തേക്ക് വരും ചെയ്യും. എൻ്റെ ഉള്ളിലുള്ള കുറെ ഗുണങ്ങൾ അതും പുറത്തേക്ക് വരും. കാരണം ഏതൊരു മനുഷ്യനും, എത്ര കോടി ജനങ്ങൾ എടുത്തു നോക്കിയാലും ഒരു ഗുണം അതിൽ ഉണ്ടാവുമെന്ന് ബാബ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുണമെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഗുണം. എവിടുന്ന് തുടങ്ങിയതാണ്? സത്യത്രേതായുഗത്തിൽ തുടങ്ങിയ ഗുണം. ഇനിയിപ്പോ ദ്വാപര കലിയുഗത്തിലുള്ള ബാക്കി കോടിക്കണക്കിന് ആത്മാക്കളുണ്ടല്ലോ, അവരിലും ക്വാളിറ്റീസ് ഉണ്ട്. അവരിലൊക്കെ ഈ മനുഷ്യ നന്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിലൊക്കെ എന്താന്ന് വെച്ചാൽ എല്ലാവരിലും ആദിയുണ്ട്. ആദി ജന്മം എന്ന് പറയും. അതായത് അവസാനം വരുന്നൊരു കുട്ടി, ഇപ്പൊ കലിയുഗത്തിൽ അവസാനം വരുന്നൊരു ആത്മാവാണെങ്കിലും അവർക്കൊരു ആദിയുണ്ട്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയാലും ശരി, ഒരു ആദി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ജന്മത്തിന്റെ ക്വാളിറ്റിയിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റി നന്നായിട്ട് കാണിക്കുക ചെയ്യും. അവരുടെ ആ ഒരു ആ ഒരു പ്രത്യേക സമയം ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നമ്മൾ കാണുന്ന അവസാനത്തെ ജന്മത്തിലെ ഒരു കുട്ടിയാണെങ്കിൽ പോലും, ഒരു ക്രിമിനൽ തന്നെ ആയിക്കോട്ടെ, പക്കാ ക്രിമിനൽ തന്നെ ആയിക്കോട്ടെ, പക്ഷെ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റീന്റെ അവസാന സ്റ്റേജ് ആയിരിക്കും. ഒരു ക്വാളിറ്റി എങ്കിലും എന്തായാലും ഉണ്ടാവും. ആ ക്വാളിറ്റീന്റെ ഒരു അവസാന സ്റ്റേജ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരിലും നന്മയുണ്ട്. ഏതൊരു മനുഷ്യനെടുത്താലും നന്മയുണ്ട്. അതിപ്പോ നമ്മള് പലരും ഇപ്പൊ ഈ മത, ജാതി, ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സനാതന ധർമ്മം, ക്രൈസ്തവ ധർമ്മം, ഇസ്ലാം ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിന്നെ ക്ലാസിഫിക്കേഷനാണ് ബാക്കി പോയതൊക്കെ. അതിൽ ഏറ്റവും അവസാനത്തെ വ്യക്തിയാണെങ്കിലും അതിലൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരെ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പ്രശ്നം ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ചെറിയൊരു ഡിസ്ക്വാളിറ്റി കണ്ടാൽ, കാണുന്നോണ്ടല്ല, കാണുമൊക്കെ ചെയ്യും, പക്ഷെ അതിനെപ്പറ്റിയിട്ട് ചിന്തിച്ച്, പിന്നെ അതിനെപ്പറ്റി വീണ്ടും ചിന്തിച്ച്, വീണ്ടും ചിന്തിച്ച് ഡിസ്റ്റർബ് ആവണ്ട. ക്വാളിറ്റി ഉണ്ടാവും, ഡിസ്ക്വാളിറ്റി ഉണ്ടാവും, പക്ഷെ അതിൽ ക്വാളിറ്റിയെ കാണും. ഓരോരോ ക്വാളിറ്റിയെ കണ്ടുകൊണ്ടേയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് യോഗ ചെയ്യാം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വേറൊരാളുടെ ഗുണം കാണുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഗുണങ്ങൾ വരാൻ തുടങ്ങും. ഡിസ്ക്വാളിറ്റി മാത്രം കാണുമ്പോൾ നമുക്ക് വളരാൻ പറ്റില്ല, ആത്മീയ വളർച്ച. പക്ഷെ ഡിസ്ക്വാളിറ്റീസ് ഉണ്ടാവും. നമ്മുടെ കൂടെ ഉള്ളവരായാലും ശരി, വൈഫായാലും ശരി, അമ്മയായാലും ശരി, അച്ഛനായാലും ശരി, എല്ലാവർക്കും ഡിസ്ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ അവരിലൊക്കെ ഓരോ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ മാത്രം നോക്കുക.
അത് വാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ നിന്നാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കാര്യം പാസ്സായി പോകും. യോഗികളുടെ, പവർഫുൾ യോഗികളുടെ, ഞാൻ പറഞ്ഞില്ലേ 10-15 വ്യൂവേഴ്സേ മര്യാദക്കുള്ളൂ. അതിൽ ആരെങ്കിലും ശരിയായ രീതിയിൽ പരമാത്മ ഡ്രാമ പ്രകാരം നമ്പർ 1 പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടിപ്പ്, ട്രിപ്പിൾ ഓപ്ഷൻസ്.